പ്രിയമുള്ളവരെ നമസ്കാരം. നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കാറ്റ്സ് ഐ വൈഡൂര്യത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. 2 വീഡിയോയിലോളം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈഡൂര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വൈഡൂര്യം എന്ന് പറയുന്നത്, കാറ്റ്സ് ഐ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്ന രത്നങ്ങളിൽ ഒന്നാണ്. ആ രത്നമെന്ന് പറയുന്നത് കണ്ണിൻ്റെ കൃഷ്ണമണി എങ്ങനെയാണോ നമ്മുടെ കണ്ണ്, നമ്മുടെ ഐ എങ്ങനെയാണോ മൂവ്മെൻ്റ് നടത്തുന്നത്, അതുപോലെയാണ് ആ കാറ്റ്സ് ഐയുടെ അകം. അതുകൊണ്ടാണ് അതിനെ കാറ്റ്സ് ഐ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നമ്മുടെ മലയാള ഭാഷയിൽ തന്നെ വൈഡൂര്യം എന്ന് പറയും. വൈഡൂര്യം, നമ്മളെ കാഴ്ച കൊണ്ട് ഒരു കാറ്റ്സ് ഐ, ഒരു വൈഡൂര്യത്തെ നോക്കിക്കൊണ്ടിരുന്നാൽ അതിന് നിശ്ചിതമായ സമയം കഴിയുമ്പോൾ നമ്മുടെ കാഴ്ച അതിനെ നോക്കാൻ സാധിക്കാത്ത രീതിയിൽ കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാക്കുന്ന രീതിയിലുണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, പണ്ട് കാലത്ത് ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ നമുക്കെപ്പോഴും പണ്ട് കാലത്തെ ആൾക്കാർ അവരുടെ കണ്ണിൻ്റെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് നോക്കുകയും തുല്യമായ പ്രകാശത്തിൻ്റെ അളവ് കൊടുത്തുകൊണ്ട് അതിലേക്ക് നോക്കി കണ്ണിൻ്റെ അസുഖം സൗഖ്യപ്പെട്ടു എന്നും ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അത് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ആ കല്ലിനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ളൊരു കാര്യമുണ്ട്. യെല്ലോ സഫയർ, ചന്ദനത്തിൻ്റെ കളറിൽ കൃത്യമായിട്ട് യെല്ലോ സഫയർ കിട്ടുന്നുണ്ടെങ്കിൽ, ധനത്തിൻ്റെ ആകർഷണം, നമ്മുടെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം എല്ലാം യെല്ലോ സഫയറിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ആ കല്ല് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കും. അതുപോലെ തന്നെയാണ് കാറ്റ്സ് ഐ. രത്നങ്ങളെ ഞാൻ എപ്പോഴും പ്രപഞ്ചശക്തിയോടുകൂടി ചേർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഓരോ രത്നങ്ങൾക്കും അത് അടയാളപ്പെടുത്തി വച്ചിരിക്കുന്ന ഓരോ മൂല്യങ്ങളുണ്ട്. ഓരോ രത്നങ്ങളും അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഓരോ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളുമായിട്ടും ഒരുപാട് ബന്ധങ്ങളുണ്ട്. രത്നങ്ങൾ പണ്ട് കാലം മുതൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും മനോഹരമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യ സൃഷ്ടിയിലല്ല, അത് പ്രകൃതിയിൽ നിന്ന് വരദാനമായി തന്നെ ലഭിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് രത്നങ്ങൾക്ക് അന്നും ഇന്നും മൂല്യം ഉണ്ടാകുക. ഈ രത്നങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഞാൻ കാറ്റ്സ് ഐയെ കുറിച്ച് പറയുമ്പോൾ എല്ലാം കാറ്റ്സ് ഐ ആവില്ല. നമ്മൾ ധരിക്കുന്ന എല്ലാം കാറ്റ്സ് ഐ ആണെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ കാറ്റ്സ് ഐ ധരിച്ചിട്ടുണ്ട്. ഞാനതിനൊരു എക്സാമ്പിളിലൂടെ നിങ്ങളെ ഞാൻ കാണിക്കാം. ദാ കാണുന്ന ഒരു മോതിരം എനിക്കൊരു കസ്റ്റമർ ഞങ്ങളുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തന്നതാണ്, അളവിന് വേണ്ടി തന്നതാണ്. പക്ഷേ ഇതിലുള്ളത് ഒരു വൈഡൂര്യമാണ്, ഒരു കാറ്റ്സ് ഐ ആണ്. ഈ കാറ്റ്സ് ഐ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ കാറ്റ്സ് ഐ, ഇതിനെയും കാറ്റ്സ് ഐ എന്ന് പറയും. പക്ഷേ ഇത് നിങ്ങൾ ഒരു ട്രാൻസ്പെറൻ്റ് അല്ല. ഇത് ഒരു ട്രാൻസ്പെറൻ്റ് അല്ല. ഇതിലേക്ക് പ്രകാശം അടിക്കുമ്പോൾ ഇതിലൊരു 2 കളർ ഫോർമേഷൻ മാത്രമേ ഉള്ളൂ. മാക്സിമം പെയ്യാൽ ഒരു ക്യാരറ്റിന് 3500 മുതൽ 6000 രൂപ വരെ ഇതിന് വിലയുണ്ട്. പക്ഷേ ഇത് ഈടാക്കുന്നത് എത്രയാണെന്ന് അറിയത്തില്ല. ഇതാണ് ഏറ്റവും ലോ ക്വാളിറ്റിയിലുള്ള ഒരു കാറ്റ്സ് ഐ. ഇത് ധരിച്ചത് കൊണ്ട് കാറ്റ്സ് ഐയുടെ ഗുണം ലഭിക്കും എന്നെങ്ങനെ ചിന്തിക്കും? ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. എന്തെങ്കിലും ട്രാൻസ്പെറൻസി ഉണ്ടോ? മനസ്സിലാക്കണം, രത്നങ്ങളെന്ന് പറയുന്നത് ധരിക്കുമ്പോൾ ട്രാൻസ്പെറൻസി ഉണ്ടാവണം. ആ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് കല്ലുകളുടെ, അതും കാറ്റ്സ് ഐ, നമ്മുടെ കാറ്റ്സ് ഐ, നമ്മൾ ഡെലിവറി കൊടുക്കുന്ന കാറ്റ്സ് ഐ നിങ്ങൾ കാണണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാറ്റ്സ് ഐ പരിചയപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഹൈ ക്വാളിറ്റി കാറ്റ്സ് ഐയും ലോ ക്വാളിറ്റി കാറ്റ്സ് ഐയും, ഇത് ലോ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്ലിനെ, കാറ്റ്സ് ഐയുടെ പുറം പാളിയെ എടുത്തിട്ട് ആ ഷേപ്പിനനുസരിച്ച് പോളിഷ് ചെയ്യണം. ഇതിലേക്ക് പ്രകാശം അടിച്ചതുകൊണ്ട് ഒരു മാറ്റവും ഇല്ല. നാച്ചുറൽ കാറ്റ്സ് ഐ എന്ന് പറയുമ്പോൾ അതിലേക്ക് ലൈറ്റ് ഇൻക്ലൂഷൻ നടത്തുമ്പോൾ അതിൽ കൃത്യമായിട്ട് നൂല് റിഫ്ലക്റ്റഡ് ആവും. ഇതിലെന്താണ് കാണുന്നത്? അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇങ്ങനെയും ആൾക്കാരെ കബളിപ്പിക്കപ്പെടുന്ന, ആൾക്കാർക്ക് ധരിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും കാറ്റ്സ് ഐ ധരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാറ്റ്സ് ഐ ധരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമോ? നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു തെറാപ്പി നടക്കുമോ? ഇത് ഞാൻ പറയുന്നതല്ല, നാച്ചുറലായിട്ടുള്ള പ്രോസസ്സിംഗ് ആണ്. ഇത് ഞാനിരുന്ന് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലായി എന്താണ് രത്നങ്ങൾ മനുഷ്യ ശരീരത്തിൽ ചെയ്യുന്നത്. രത്നങ്ങളുടെ ഉപയോഗം എന്താ? രത്നങ്ങൾ ധരിക്കുന്നത് കൊണ്ട് നമുക്കൊരു റേഡിയേഷൻ തെറാപ്പി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് രത്നങ്ങളുടെ ഗുണം. ആ ഗുണം നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചിട്ട് നമുക്ക് വിവിധ ഘട്ടങ്ങളിലൂടെ തിരിച്ചിരിക്കുന്നു. ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ രത്നങ്ങളെയും യോജിപ്പിച്ചിരിക്കുന്നു. ആ ഗ്രഹങ്ങളുടെ ഗ്രഹങ്ങളിലുള്ള മൗഢ്യത്തിനും അതനുസരിച്ച് ഓരോ രത്നങ്ങൾ ധരിച്ച് അതിൻ്റെ എനർജി കൂടുക. ഓരോ മനുഷ്യർക്കും ഓരോ ഗ്രഹമാണോ? എല്ലാ മനുഷ്യരും കൃത്യമായിട്ട് 9 ഗ്രഹങ്ങളെ വലം വച്ച് തന്നെയാണ് സഞ്ചരിക്കുന്നത്. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും എല്ലാ ജാതകങ്ങളിലും കൃത്യമായിട്ടുള്ള ഗ്രഹങ്ങളുടെ അളവുണ്ട്.
ഇപ്പോൾ ഓരോ ദശയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാതകത്തിൽ രൂപാന്തരപ്പെടുത്തി ചന്ദ്രദശ, ബുധദശ, കുജദശ, കേതു, രാഹു, വ്യാഴം. എന്തുകൊണ്ടാണ്? നമ്മളെല്ലാ പേരും ഓരോ ദശാ കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടവർ തന്നെയാണ്. ആ ഏത് ദിശയിലാണോ നമുക്ക് ഏറ്റവും മൗഢ്യമായിട്ട് നിൽക്കുന്നത് അത് ലഗ്നത്തിൽ നിന്ന് അതിൻ്റെ എനർജി ഹൈ ആക്കുക എന്നുള്ളതാണ് വിശ്വാസപ്രകാരം നമ്മൾ രത്നങ്ങൾ ധരിക്കുന്നത്. വിശ്വാസമില്ല, നിങ്ങളൊരു അവിശ്വാസിയാണ്, നിങ്ങൾക്ക് രത്നം ധരിക്കാം, എന്താ സംശയം? മാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജനിച്ച മാസം ഇതാണെങ്കിൽ ആ മാസത്തിൽ ആ രത്നം ധരിച്ചാൽ വിദേശത്തിലെ ആൾക്കാർ എങ്ങനെയാണ് ധരിക്കുന്നത്? എല്ലാ പേരും ഇതിപ്പോൾ ഇന്ത്യയിൽ മാത്രം അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊന്നല്ലല്ലോ. രത്നശൃംഖല എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിൻ്റെ തന്നെ എല്ലാ രാജ്യങ്ങളിലും ഉപയോഗിക്കുന്ന ഒന്നാണ്. അല്ലാതെ കേരളത്തിൽ മാത്രം രത്നങ്ങൾ, ഇന്ത്യയിൽ മാത്രം രത്നങ്ങൾ, അങ്ങനെയല്ല. രത്നങ്ങൾ ഉപയോഗിക്കുന്നത് ലോക രാജ്യങ്ങൾ എല്ലായിടത്തും രത്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഡയമണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് റഷ്യയിൽ വിവാഹ സമയത്ത് അവർ കൈമാറ്റം നടത്തുന്നത് എന്താ? അലക്സാൻഡ്രൈറ്റ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഓർമ്മയ്ക്കനുസരിച്ചിട്ടിരിക്കുന്ന ഒരു പേരാണ്. ആ അലക്സാൻഡ്രൈറ്റിന്റെ പ്രത്യേകത എന്താ? സ്റ്റോണിന്റെ അലക്സാൻഡ്രൈറ്റ് എന്ന് പറയുന്ന സ്റ്റോണ് 7 നിറങ്ങൾ വിബ്ജിയോർ കളറിൽ പ്രകാശം പതിക്കുമ്പോൾ വിബ്ജിയോർ കളറാവും. ആ 7 നിറങ്ങൾ എന്താ? മഴവില്ലിന്റെ കളറിലേക്ക് അത് വരുമ്പോൾ ഇപ്പൊ ഏറ്റവും നല്ല മൂല്യമുള്ള അലക്സാൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. റെഡ് ഗ്രീനിൽ നിന്ന്, പ്യുവർ ഗ്രീനിൽ നിന്ന് റെഡിലേക്ക് പോകും കളർ. അതുപോലെ തന്നെ റെഡിൽ നിന്ന് പിങ്കിലേക്ക് പോകും പ്രകാശം പതിക്കുമ്പോൾ, സൂര്യപ്രകാശത്തിലാണ്. അത് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ ജീവിതം മനോഹാരിത ഉള്ളതാക്കും. അതുകൊണ്ടാണ് വിവാഹ സമയത്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം കൈമാറ്റം ചെയ്യുന്ന അലക്സാൻഡ്രൈറ്റ് ആണ്. അതാണ് റഷ്യയിൽ അലക്സാൻഡ്രൈറ്റിന് ഏറ്റവും കൂടുതൽ മോസ്റ്റ് വാല്യുബിൾ ആയിട്ട് കാണുന്നത് അവിടെയാണ്. ഇന്ത്യയിൽ ഏതിനെ ഏറ്റവും മൂല്യമായിട്ട് കാണുന്നത്? ഇന്ത്യയിൽ എല്ലാ രത്നങ്ങളെയും വളരെ അതിൻ്റെതായിട്ടുള്ള കാര്യം. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ സംസ്കാരം സിന്ധു നദീതട സംസ്കാരമെന്നും ഹാരപ്പൻ സംസ്കാരമെന്നും ഒക്കെ പറയുന്നത് നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഋഷിവര്യന്മാരിൽ നിന്നാണ്. നമ്മുടെ സംസ്കാരം ഉത്ഭവിച്ചിരിക്കുന്നത് ഋഷിവര്യന്മാരിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ തോട്ട്സുകളും ചിന്തകളും നമ്മൾ ധരിക്കുന്നതുമൊക്കെ വിശ്വാസത്തിൽ അർപ്പിച്ചുകൊണ്ട് ധരിക്കുന്നത്. ആ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നതും വിശ്വാസത്തെ ഇല്ലാതാക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഭാഗം സഞ്ചരിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതി. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നത് ഈശ്വരനെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള റെമഡീസുകൾ ധരിക്കാൻ സാധിക്കുക എന്നുള്ളത് മുജ്ജന്മ ഭാഗ്യം തന്നെയാണ്. അത് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്നും പറയുന്നുണ്ട്. അതെപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ധരിക്കുമ്പോൾ നമുക്കൊന്നിനോടൊരു ഗുണമുണ്ടെങ്കിൽ അത് നമ്മൾ മുറുകെ പിടിക്കുക തന്നെ ചെയ്യും. ഇപ്പം നമ്മളെപ്പോഴും പറയാറുണ്ട്, മനുഷ്യന് ആഗ്രഹങ്ങൾക്ക് അവസാനം ഉണ്ടാകില്ല. മനുഷ്യൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നല്ല നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. എനിക്കങ്ങനെ ഇരുന്നപ്പോൾ ഒരാഗ്രഹം ഉണ്ടായി, കയ്യിലേക്കൊരു ടാറ്റു കുത്തണമെന്ന്. അതെൻ്റെ മനസ്സിൽ തോന്നിയൊരാഗ്രഹമാണ്. അപ്പം ഞാൻ പോയി കുത്തിയപ്പോൾ എനിക്ക് 2 ദിവസം പനിയായിരുന്നു. സ്കിന്നിൽ എനിക്കൊരു അലർജി വന്നു. ആവശ്യമില്ലാത്ത കാര്യമാണ്. പക്ഷെ എൻ്റെ ആഗ്രഹത്തെ എനിക്കവിടെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. നല്ല ആഗ്രഹങ്ങളാണെങ്കിൽ നമ്മൾ അതിനെ നല്ല രീതിയിലാണ് ചിന്തിക്കുക. മനുഷ്യ ശരീരത്തിലേക്ക് മുറിവുണ്ടാക്കിക്കൊണ്ട് എന്തെങ്കിലും ആക്കുക എന്നുള്ളത് നമ്മൾ ആഗ്രഹമായിരിക്കാം, പക്ഷെ അത് ഒരിക്കലും നമുക്കത് പറ്റുന്നതല്ല. ഓരോ വ്യക്തികൾക്കും ഡിഫറൻ്റ് ആണല്ലോ. ഇപ്പോൾ എൻ്റെ സ്കിന്ന് വളരെ സെൻസിറ്റീവ് ആയിരിക്കുക, അതുകൊണ്ട് നമുക്ക് പറ്റുന്നതല്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടായാൽ നമ്മളത് ചെയ്യാൻ പാടില്ല. അനുഭവത്തിലൂടെ നമ്മളത് പഠിക്കുകയാണെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം ജീവിതത്തിൽ നമ്മളെപ്പോഴും ചിന്തിക്കുന്നതായിട്ടും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ പ്രവൃത്തിയുമാണ് കർമ്മം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ രത്നങ്ങളോട് 100% നീതിയും ആത്മാർത്ഥതയും പുലർത്തിക്കൊണ്ടാണ് ഞാൻ എപ്പോഴും രത്നങ്ങളെ കാണുന്നതും അത് അതിൻ്റെതായിട്ടുള്ള മഹത്വത്തോടു കൂടിയിട്ടാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ അതിനെക്കുറിച്ച് വിവരിക്കുന്നത്. ഇത് ഞാനായിട്ടിരുന്നു കൊണ്ട് രത്നം ഇന്നുണ്ടാക്കിയൊരു സംഭവമാണ് എന്നുള്ള രീതിയിൽ വിവരിക്കുന്നതല്ല. രത്നമെന്ന് പറയുന്നത് പ്രകൃതി നമുക്ക് വരദാനമായിട്ട് തന്നിട്ടുള്ള നാച്ചുറൽ പ്രോസസ്സിങ്ങിലൂടെ തന്നിട്ടുള്ള രത്നങ്ങളാണ്. ആ നാച്ചുറാലിറ്റിയെ നിലനിർത്തിക്കൊണ്ട്, ആ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ടാണ് ശാന്തൻ റോയൽ ജെംസ് ആൻഡ് ഡയമണ്ട്സ് എപ്പോഴും നിങ്ങൾക്ക് രത്നങ്ങൾ ഡെലിവറി ചെയ്യുന്നത്. ആ രത്നങ്ങളുടെ സുതാര്യതയും രത്നങ്ങളുടെ നന്മയുമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കാണുന്നു. നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.